കൊടും തണുപ്പുള്ളൊരു വൈകുന്നേരം ചന്ദ്രസേനൻ രാജാവ് കൊട്ടാരത്തിന് പുറത്ത് ഉലാത്തുകയായിരുന്നു. കൊട്ടാരത്തിന്റെ മതിലിനടുത്തായി ഒരു വയസ്സൻ കൂനിക്കൂടിയിരിക്കുന്നത് രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാജാവ് അയാളുടെ അടുത്തെത്തി സൂക്ഷിച്ചു നോക്കി. തണുപ്പകറ്റാനായി അയാൾ പുതച്ചിരിക്കുന്നത് വളരെ നേർത്തൊരു തുണിയായിരുന്നു. രാജാവിന് അത്ഭുതം തോന്നി. ഈ കൊടും തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ഈ നേർത്ത തുണി മതിയോ? രാജാവ് മെല്ലെ അയാളുടെ അടുത്തേക്ക് എത്തി ചോദിച്ചു, താങ്കൾക്ക് തണുക്കുന്നില്ലേ? അയാൾ തലപൊക്കി നോക്കി. രാജാവിനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, തണുപ്പുണ്ട് പ്രഭു, പക്ഷെ എന്തു ചെയ്യാൻ? തണുപ്പകറ്റാൻ കട്ടിയുള്ള പുതപ്പൊന്നും എൻ്റെ പക്കലില്ല. വർഷങ്ങളായി ഈ നേർത്ത തുണിയും പുതച്ചാണ് ഞാൻ ഉറങ്ങുന്നത്. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശക്തി എനിക്ക് ദൈവം തരുന്നുണ്ട്. ഇത് കേട്ട് രാജാവ് അയാളെ ആശ്വസിപ്പിച്ചു. വിഷമിക്കേണ്ട, താങ്കൾ ഇവിടെ തന്നെ ഇരിക്കെ, ഞാൻ കൊട്ടാരത്തിൽ ചെന്ന് കട്ടിയുള്ള പുതപ്പ് കൊടുത്തയക്കാം. വൃദ്ധന് വളരെ സന്തോഷമായി. രാജാവിന്റെ സന്മനസ്സിനെ അയാൾ നന്ദിയും പറഞ്ഞു. എന്നാൽ തിരികെ കൊട്ടാരത്തിലെത്തിയ രാജാവ് വൃദ്ധനോട് പറഞ്ഞ കാര്യം മറന്നുപോയി. പിറ്റേന്ന് പുറത്തു ചുറ്റി നടന്ന കാവൽക്കാർ ഒരു വൃദ്ധൻ തണുപ്പിൽ മരിച്ചു മരവിച്ച് കിടക്കുന്നത് കണ്ട് അയാളുടെ കയ്യിൽ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, പ്രഭു, കൊടും തണുപ്പിൽ ഞാൻ ഇത്രയും കാലം ആ നേർത്ത തുണി പുതച്ചാണ് ഉറങ്ങിയിരുന്നത്. പക്ഷേ അങ്ങ് എനിക്ക് കട്ടിയുള്ള പുതപ്പ് കൊടുത്തയക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതും പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് ഈ കൊടും തണുപ്പ് സഹിക്കാനാവുന്നില്ല. ഈ തണുപ്പ് ഒരുപക്ഷെ എൻ്റെ ജീവൻ എടുത്തേക്കാം. വൃദ്ധൻ എഴുതിയ കുറിപ്പ് വായിച്ച് രാജാവ് കുറ്റബോധത്തോടെ തല താഴ്ത്തി. മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മനഃശക്തിയെയും പ്രവൃത്തിയെയും തളർത്തും. അത് ലഭിക്കുമെന്നുള്ള ചിന്തയാൽ പരിശ്രമം പോലും നമ്മളൊരുപക്ഷെ വേണ്ടെന്ന് വയ്ക്കും. സ്വന്തം കഴിവും പരിമിതികളും ഉപയോഗിച്ച് ജീവിക്കാൻ പഠിച്ചാൽ മറ്റുള്ളവരുടെ സഹായം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ല. താങ്ക് യു.